നാം വീണ്ടും ജനിച്ചപ്പോൾ തന്റെ സ്വരൂപത്തിലായി നാം മാറി. നമ്മുടെ പുറമെയുള്ള മനുഷ്യനല്ല തന്റെ സ്വരൂപത്തിലായി തീർന്നത്. നമ്മുടെ അകമയുള്ള മനുഷ്യൻ ദൈവത്തിന്റെ സ്വരൂപത്തിൽ ആയി കഴിഞ്ഞു. ഞാൻ വീണ്ടും ജനിച്ചപ്പോൾ പെന്തിക്കോസുകാരനായി തീരുകയല്ല, ഞാനൊരു മതത്തിന്റെ ഭാഗമായി തീരുകയല്ല, ഞാൻ യേശുവിന്റെ മകനാണ്. ഞാൻ വീണ്ടും ജനിച്ചപ്പോൾ സ്വർഗ ഭവനത്തിലെ അംഗമായി തീർന്നു. മരണവും ജീവനും നമ്മുടെ നാവിന്മേൽ ഇരിക്കുന്നു. നമ്മെ വീണ്ടും ജനിപ്പിക്കുവാൻ ദൈവം ഉപയോഗിച്ച വഴി ഏതാണ്? നമ്മുടെ വാക്കുകൾ കൊണ്ടാണ് നമ്മൾ വീണ്ടും ജനിച്ചത്. എന്ത് സംഭവിച്ചു? എന്നിൽ മാറ്റം വന്നത്. നിന്റെ കുടുംബത്തിനകത്ത് ആത്മഹത്യ വിട്ടുപോയത് എപ്പോഴാണ്? നീ വായ കൊണ്ട് യേശുവിനെ ഏറ്റുപറഞ്ഞപ്പോൾ. മാറാവ്യാധികൾ അഴിഞ്ഞുപോയത് എങ്ങനെ? യേശുവിനെ കർത്താവും ദൈവമെന്ന് നീ ഏറ്റുപറഞ്ഞപ്പോൾ. പ്രശ്നങ്ങളെല്ലാം മാറിയതെങ്ങനെ? ഒരു പുതിയ ജീവിതം നിനക്ക് കിട്ടിയതെങ്ങനെ? നീ യേശുവിനെ കർത്താവും ദൈവമെന്ന് വായ കൊണ്ട് ഏറ്റുപറഞ്ഞപ്പോൾ യേശു അതിനെ ഉപയോഗിച്ച മാധ്യമം എന്ന് പറയുന്നത് നിങ്ങളുടെ വാക്കിനെയാ.